ഇന്ത്യൻ യുവതിയുടെ വേറിട്ട ഡിജിറ്റൽ പ്രതിഷേധമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് സമൂഹമാധ്യമ അക്കൗണ്ടിന് ഇന്ത്യയിൽ വിലക്ക്. ഇൻസ്റ്റഗ്രാമിൽ ബിജെപിയെ മറികടന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം. രാജ്യത്തെ രൂക്ഷമായ തൊഴിലില്ലായ്മയും വ്യവസ്ഥിതിയുടെ പരാജയവും ചൂണ്ടിക്കാണിച്ച് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യമാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ പാറ്റ പാർട്ടി. ഒരു ഹർജി പരിഗണിക്കുന്നതിനിടെ യാതൊരു തൊഴിലുമില്ലാത്ത യുവാക്കൾ പാറ്റകളെ പോലെ പെറ്റുപെരുകുകയാണെന്ന സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിവാദ പരാമർശമാണ് പാറ്റ പാർട്ടിക്ക് തുടക്കമിട്ടത്. ഈ പരാമർശത്തെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയരുകയും മാധ്യമപ്രവർത്തകരും വിവരാവകാശ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയുമായിരുന്നു. When I read the comments made by the Honorable Chief Justice of India, which compared the youth of the country with cockroaches and parasites, that somewhere did upset me. It deeply angered me. Like, how can the custodian of the Constitution, which grants us free speech, can call us out for expressing our opinions and comparing us with cockroaches and parasites? Isn't he supposed to defend our freedom of expression? Hurt by that, I made a tweet on Twitter. What if all cockroaches come together? Now, this was just one line written in anger against, like, because we wanted to express our opinion. So I got a pretty good response from the Gen Z on that, and many Gen Zs, like, I got 500 to 600 replies on that from the younger generation who were saying, yes, we should all come together and express our dissent, and yeah, we should maybe form a platform, we should something do about it. This was the, like, overall I would say response from the younger generation that I got, and which led me to think, maybe, you know what, here is, we can do something about it by creating maybe a parody party. ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉൾപ്പെടെയുള്ള ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിട്ടും ലക്ഷക്കണക്കിന് യുവാക്കൾ രാജ്യത്ത് തൊഴിലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ചെറുപ്പക്കാരെ പാറ്റകളോട് ഉപമിച്ചത് തികച്ചും അപലപനീയമാണെന്ന വികാരം ശക്തമായതിനെ തുടർന്ന് ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്ററും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഭിജിത്ത് ദീപ്കെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ പേരിലൊരു ഔദ്യോഗിക പേജ് ആരംഭിക്കുകയും യുവാക്കൾ ആവേശത്തോടെ അത് ഏറ്റെടുക്കുകയുമായിരുന്നു. തൊഴിലില്ലായ്മ എന്നത് യുവാക്കൾ സ്വയം വരുത്തിവെച്ചതല്ലെന്നും അത് നിലവിലുള്ള വ്യവസ്ഥിതിയുടെ പരാജയമാണെന്നുമാണ് ഡിജിറ്റൽ ക്യാമ്പയിനിലൂടെ യുവലക്ഷങ്ങൾ വിളിച്ചു പറയുന്നത്. പാറ്റയുടെ ചിത്രമുള്ള ഫ്ലാഗുകളും ചൂലുകൾക്ക് ഞങ്ങളെ തകർക്കാനാവില്ല തുടങ്ങിയ ടാഗ് ലൈനുകളും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തരംഗമായി കഴിഞ്ഞു. തൻ്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന് വ്യക്തമാക്കി ജസ്റ്റിസ് സൂര്യകാന്ത് പിന്നീട് വിശദീകരണം നൽകിയിരുന്നുവെങ്കിലും തൊഴിലില്ലായ്മ എന്ന യാഥാർത്ഥ്യത്തിനെതിരെയുള്ള യുവജനതയുടെ ശക്തമായ ഡിജിറ്റൽ പോരാട്ടമായി പാറ്റ പാർട്ടി മാറിക്കഴിഞ്ഞു. TCV തൃശ്ശൂർ.